ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സോഷ്യൽ മീഡിയ ഒരാളങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടൻ ആ താടി പിടിച്ചിട്ടുള്ള പിക്കങ്ങ് ഇട്ട് ഒരുപാട് നാളായാലും 7 വർഷത്തിന് ശേഷം എന്താണെന്ന് തോന്നുന്നു, കറക്റ്റ് എത്രയെന്ന് അറിയാൻ പാടില്ല. അതിന് ശേഷമാണ് ലാലേട്ടന് താടി പിടിച്ചിട്ടുള്ള പിക്ക് താടി പഠിക്കുന്നത്. അത് പല സിനിമയുടെ കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരുന്നു ഇത്ര നാളും ചെയ്യാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ പുതിയ പടം തരുൺമൂർത്തിയുടെ പടം ഇന്ന് പൂജ ചേർന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് ലാലേട്ടൻ താടി പഠിച്ചേക്കണത്. അതൊക്കെ ഇതിലും പിക്കാട്ടാ, പണ്ടത്തെ പോലെ തന്നെ. മറ്റേ ഇമേജസ് വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ പണ്ട് ലാസ്റ്റ് ഒരു ഇപ്പോൾ മറ്റേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇറങ്ങുന്നുണ്ടല്ലോ ലാലേട്ടൻ താടി പഠിക്കണേൻ്റെത്, അതും ഇപ്പോഴത്തെ പിക്കൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിച്ചില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുൺമൂർത്തിയുടെ പടത്തിന് വേണ്ടിയാണ് ലാലേട്ടൻ. ഞാൻ വിചാരിച്ചത് ഈ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പഠിക്കുള്ളൂ എന്നായിരുന്നു താടി, വേറെ ഒന്നും കൊണ്ടല്ല. അതായത് ഇന്ന് രാവിലെ പൂജയുടെ തോന്നണം ലാലേട്ടനെ തരുൺമൂർത്തി ക്ഷയിക്കാൻ കൊടുക്കണ പിക്സ് കണ്ട് ഞാൻ. ഇനി വേറെ ഏതെങ്കിലും ആണോ എനിക്ക് അറിയാൻ പാടില്ല നേരത്തെ, പക്ഷേ അതിൽ ലാലേട്ടൻ താടി പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ലാലേട്ടൻ ഇങ്ങനെ തുടക്കത്തിലും വേറെ ഏതൊരു പടത്തിൽ ഇങ്ങനെ റൂമർ പോലെ ഷൂട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞാൻ വേറെ ഏത് പേജിലാണ് യൂട്യൂബിലാണ് എവിടെയോ കണ്ട്, അതായത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിൻ്റെ കണ്ടിന്യൂറ്റീസ് ഉണ്ടാവില്ല, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ലാലേട്ടൻ താടി പഠിക്കുള്ളൂ. ഇങ്ങനെ ഓൾറെഡി റൂമർ ഉണ്ടായി ലാലേട്ടൻ താടി പിടിച്ചിട്ടുള്ള ഇതിലായിരിക്കും ഈ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നത് തരുൺമൂർത്തിയുടെ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഞാൻ വൈകിട്ട് എടുത്ത് നോക്കിയപ്പോൾ കൂടി ലാലേട്ടൻ താടി പിടിച്ചേക്കുന്നത്. അതൊക്കെ കിട്ടില്ലെങ്കിൽ പിക്കട്ടെ. അപ്പോൾ തന്നെ അത്യാവശ്യമല്ല വൈറലായി, സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തേക്കാണ് ഇപ്പോൾ ലാലേട്ടൻ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ തുടക്കത്തിൽ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ കേൾക്കണ്ടിട്ടാ. അത് കേൾക്കുന്നത് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്, റൂമർ ഞാൻ കേട്ടേക്കുന്നതാണ്. അപ്പോൾ അത് എന്തെന്നാണ് എനിക്ക് തോന്നണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പടം എനിക്ക് അറിയാൻ പാടില്ല, അന്ന് രണ്ടെണ്ണം എന്നാണ് ഞാൻ റൂമർ ഇങ്ങനെ കേട്ടത്. റൂമർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി. പിന്നെ ഈ പടം ഇപ്പോൾ ഇന്ന് ഷൂട്ടിങ് തുടങ്ങി, പൂജ ഇന്ന് തുടങ്ങി. ഏകദേശം ഏപ്രിൽ മെയ് വരെ ഷൂട്ട് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. റൂമറാണൊക്കെ. പിന്നെ 90 ദിവസത്തെ ഷൂട്ടാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊന്നും കൺഫേം അല്ല കേട്ടോ. ഈ സോഷ്യൽ മീഡിയ ഒരു പേജസൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്രൂവാണ് ഇതിൻ്റെ മൊത്തത്തിൽ. ടെക്നിക്കലായാലും ബാക്കി എല്ലാം കൊണ്ടും മൊത്തത്തിൽ തരുൺമൂർത്തി അറിയാമോ, ബാക്കി എല്ലാവരും ആയാലും ക്യാമറ ആയാലും മൊത്തത്തിലുള്ള ടീം അടിപൊളി ടീമാണ്. നല്ല പ്രതീക്ഷയുള്ള പടം കേട്ടോ. ഈ വർഷം അവസാനത്തോടെ പടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റൂമർ അനുസരിച്ച് ഏപ്രിൽ മെയ് ഒക്കെ തീരുകയാണെങ്കിൽ എന്തായാലും ഈ വർഷം അവസാനം കാണണ്ടേ ഉള്ള. എന്തായാലും നമുക്ക് നോക്കാം. മൊത്തത്തിൽ ഇപ്പോൾ ലാലേട്ടൻ സോഷ്യൽ മീഡിയ ആയാലും മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ പടത്തിൻ്റെ ഷൂട്ടും ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പടത്തെ പേരിൻ്റെ ടൈറ്റിലിട്ട്, പിന്നെ ടൈറ്റിലിൻ്റെ പേര് മറന്നുപോയി. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഡയറക്റ്റ് ചെയ്യണ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പടമാണ്, പക്ഷെ പേര് ഞാൻ മറന്നുപോയി പടത്തിൻ്റെ. അതിൻ്റെയും ഇന്ന് പൂജ ഉണ്ടായി. അത് പക്ഷേ ചെറിയ ദിവസത്തെ ഷൂട്ടുകളെന്ന് തോന്നുന്നു, 30 ദിവസത്തിൻ്റെ ഷൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു മൊത്തം. എനിക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ അതും അടിപൊളി പടമാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാത്തുള്ളൂ വീഡിയോ. താങ്ക് യു.